അപ്പോൾ എല്ലാവർക്കും നമസ്കാരം കേട്ടോ. അങ്ങനെ കഴിഞ്ഞ ദിവസം ട്രിപ്പൊക്കെ കഴിഞ്ഞ് നമ്മളിന്നിപ്പോൾ ഓൺലൈനിലാണ്. അപ്പോൾ ഉച്ച വരെയായിട്ട് വലിയ ട്രിപ്പൊന്നും അടിച്ചില്ല കാര്യമായിട്ട്. അപ്പോൾ നേരെ സമൃദ്ധി പോയി നല്ല ലാവിഷായിട്ട് ഫുഡ് കഴിച്ചു. അതിനുശേഷം നേരെ നല്ല മഴയുണ്ടായിരുന്നു. നേരെ അവിടെ നിന്നൊരു കണ്ണമാലി ചെല്ലാനത്തേക്ക് ട്രിപ്പ് കിട്ടി കേട്ടോ. ഡ്രോപ്പായിരുന്നു. അപ്പോൾ നമ്മൾ നേരെ ഇവിടെ പുതിയൊരു വാക്ക് വേ ഉണ്ട്, കടൽ ഭിത്തി കെട്ടി നല്ല മനോഹരമാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും അവിടെ നിന്ന് പോയിട്ട് അതിൻ്റെ ഭംഗിയൊക്കെ ഒന്ന് നമുക്ക് നോക്കാം. അങ്ങനെ ഞാൻ ചെന്നപ്പോൾ ഇതാണ് ഇവിടുത്തെ അവസ്ഥ. എന്താ ഭംഗിയില്ലേ. കാരണം പണ്ട് ഈ കടൽ വെള്ളം ഇടിച്ച് കയറി ഇങ്ങോട്ട് കയറിയായിരുന്നു. ഇപ്പം അതിനെല്ലാം സേഫായിട്ട് കടൽ ഭിത്തി കെട്ടി അവിടെ ഒരു കിലോമീറ്ററോളം നമുക്കൊരു വാക്ക് വേ ഉണ്ട് ചെല്ലാനത്ത്. ഇവിടെ നമ്മൾ രാവിലെയൊക്കെ ഇഷ്ടംപോലെ ആളുകൾ, ഇവിടുത്തെ ആളുകളും സമീപ പ്രദേശത്തുള്ള ആളുകളൊക്കെ നടക്കാനും ഓടാനും വ്യായാമം ചെയ്യാനൊക്കെ ഇവിടെ വരുന്ന സ്ഥലമാണ്. അതുപോലെ തന്നെ വൈകുന്നേരങ്ങളിൽ ഒരുപാട് ഫാമിലീസ് വന്നിരിക്കും. നല്ല ഭംഗിയാണ് കേട്ടോ. എന്താ രസം നോക്കിയേ. അതുപോലെ നല്ല സൈലൻ്റ് ഏരിയ, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, നല്ല അടിപൊളി കിടിലൻ സ്ഥലം. അപ്പോൾ ഇത് ഒരു ടൂറിസവും ആയി, അതോടൊപ്പം തന്നെ ഇവിടുത്തെ ജനങ്ങൾക്കൊരു സേഫ്റ്റി ആയി. അപ്പോൾ ഞാനതുകൊണ്ട് അവിടെ എല്ലാം ഒന്ന് ചുറ്റി നടന്ന് എല്ലാം ഒപ്പിയെടുത്ത് നേരെ വണ്ടി എടുത്ത് അപ്പുറത്തെ പള്ളിത്തോട് ബീച്ചിലേക്ക് പോകാൻ വെച്ചു. അവിടെ ചെന്നിട്ട് വേണം ഒരു നല്ലൊരു ചായ അടിക്കാൻ. അപ്പോൾ നമുക്ക് പോകുന്ന വഴിക്ക് വണ്ടി ഒന്ന് നിർത്തി ഞാൻ യൂറിൻ പാസ് ചെയ്യാൻ പോയതാണ്. അപ്പം അവിടുത്തെ ഭംഗി നോക്കിയേ. ഇത് തൊട്ടപ്പുറത്ത് കാണുന്ന കുമ്പളം കേട്ടോ. കുമ്പളം പെരുമ്പടപ്പ് ഏരിയ അപ്പുറത്തേക്ക്. അപ്പോൾ കുമ്പളത്തിൻ്റെ ഭംഗിയാണ് കുമ്പളങ്ങി. നമ്മുടെ ഒരു സുഹൃത്ത് ഫ്രണ്ടിൽ പോകുന്നുണ്ട്. അവൻ നേരെ പോയി ഫോട്ടോ ചെക്ക്. ഞാനും നേരെ ബീച്ചിലേക്ക് പോയി ബീച്ചിൻ്റെ സൈഡിൽ കൊണ്ടുപോയി വണ്ടിയെ പാർക്ക് ചെയ്തു. അപ്പോൾ അവിടുത്തെ ഭംഗി എന്ന് വെച്ചാൽ അവിടെ കുറച്ച് പിള്ളേർ അവിടെ ഫുട്ബോൾ കളിക്കുന്നുണ്ടായിരുന്നു. നല്ല രസം കേട്ടോ. അവരവിടെ ഒന്ന് ഈ കടപ്പുറത്ത് കളിക്കുന്ന ഒരു ഭംഗിയുണ്ടല്ലോ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് വൈബ് അത് വേറെയാണ്. പിള്ളേർ നല്ല. അതുപോലെ തന്നെ ഇവിടെ ഞാൻ ഇതിനു മുമ്പ് വന്നിട്ടുണ്ട്. നല്ല രസമുള്ളൊരു ബീച്ചാണ്. വേറെ പ്രത്യേകിച്ച് ശല്യക്കാരില്ല. ഇവിടുത്തെ ആളുകളൊക്കെ പണിയില്ലെങ്കിൽ അവിടെ ഇരുന്ന് വട്ടത്തിരുന്ന് സംസാരിക്കുകയും അവരോരോ അവിടുത്തെ പരിപാടികളൊക്കെ ചെയ്ത് അങ്ങനെ ഇരിക്കുകയും ചെയ്യും. അങ്ങനെ ഞാൻ ചായയൊക്കെ കുടിച്ചിട്ട് നേരെ കണ്ണമാലി പള്ളിയിലേക്ക് പോയി. കണ്ണമാലി പള്ളിയിൽ പോയി പ്രാർത്ഥിച്ച് നേർച്ചയിട്ടു. കാരണം ഈ വഴിക്ക് പോയാൽ എന്തായാലും ഇവിടെ കയറും. അങ്ങനെ നമ്മൾ പോകുന്ന വഴിക്ക് കയറാനുള്ള ഒരു ഭാഗ്യമാണല്ലോ. അപ്പോൾ നമ്മുടെ സുഹൃത്തിനെ വിളിച്ചു, വിനയ് അപ്പോൾ തന്നെ വന്നു. അങ്ങനെ ഞാനും വിനയും കൂടി കുറേ നാളായിട്ട് കൂടി കാണുകയാണ്. അപ്പോൾ വിനയും ഞാനും കൂടി നല്ലൊരു ചായയൊക്കെ അടിച്ച് നമ്മുടെ ഒരു സൗഹൃദ സംഭാഷണങ്ങളൊക്കെ നടത്തി അവിടെ നേരെ തിരിച്ച് ഞാൻ എറണാകുളത്തേക്ക് പോകാം കേട്ടോ. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും നാളെ കാണാം. താങ്ക് യു, ബൈ. സപ്പോർട്ട് ചെയ്യാത്തവർ സപ്പോർട്ട് ചെയ്യാം.